കൊല്ലത്തെ സമ്മേളന നഗരിയിൽ നിന്നാണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ഡോക്ടർ പി സരിനുണ്ട്, കെ പി അനിൽകുമാർ, അതോടൊപ്പം തന്നെ ഷാഹിദ കമാൽ. മൂന്നുപേരും സമ്മേളന സ്ഥലത്ത് വളരെ സജീവമായി സമ്മേളന നഗരിയിൽ ആദ്യ ദിനം മുതൽക്ക് തന്നെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സരിൻ, ആദ്യമായിട്ടാണ് അല്ലേ, ആദ്യത്തെ സംസ്ഥാന സമ്മേളനമാണ് അല്ലേ? എങ്ങനെയാണ് ഈ 2 ദിവസത്തെ അനുഭവം? എങ്ങനെയാണ്? വാർത്തയിലെ കൗതുകത്തിന് വേണ്ടിയാണോ ഞങ്ങൾ 3 പേരെ ഒരുമിച്ച് നിർത്തിയത്? അങ്ങനെ ഒരു കൗതുകം കൂടി അതിനകത്തുണ്ട്. പക്ഷേ ആ കൗതുകത്തിനും അപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന 3 പേർ എന്നുള്ള ഐഡന്റിറ്റിയിൽ നിന്ന് സംസാരിക്കാനാണ് ഞങ്ങൾ. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ സമ്മേളനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരെ സ്വാഭാവികമായിട്ടും അറിയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ നമ്മുടെ പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനമാണ്. ഞാൻ പ്രതിനിധിയല്ല, പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ, സൗഹൃദ പ്രതിനിധി എന്നുള്ള രീതിയിൽ മുഴുവൻ സമയം ഉണ്ടാവണം എന്നുള്ള തീരുമാനത്തോടെ, താല്പര്യത്തോടെയാണ് വന്നത്. വളരെ കഴിഞ്ഞ സമ്മേളനങ്ങളും ഒരു എന്താ പറയുക, രാഷ്ട്രീയക്കാരെന്നുള്ള രീതിയിൽ ഞാൻ താല്പര്യത്തോടു കൂടി നോക്കിക്കണ്ടിരുന്നു. പക്ഷേ അന്നത്തേക്ക് ഉദ്ദേശം ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു ദുരുദ്ദേശമായിരുന്നു. കാരണം എന്താണ് ഇവിടെ നിന്ന് വീണ് കിട്ടുന്നത് എന്നും വിമർശനാത്മകമായിട്ടുള്ള നോക്കിക്കാണലായിരുന്നു. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, കേരളം എല്ലായ്പ്പോഴും ഉറ്റുനോക്കുന്ന രാഷ്ട്രീയം ഇടമായിരുന്നു സംസ്ഥാന സമ്മേളനങ്ങൾ എന്നുള്ളതാണ്. അന്നതിനെ വിമർശനാത്മകമായിട്ടായിരുന്നു സമീപിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴും വിമർശന ബുദ്ധിയോടുകൂടി തന്നെ കാണുന്നു. പക്ഷേ എങ്ങനെയാണ് ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത് എന്നും, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു പാർട്ടി അതിനെ പുതുക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നും, അതിന് കൃത്യമായ കാലയളവിൽ ഒരു ക്രമം നിശ്ചയിച്ച് അതിൻ്റെ താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ആത്മാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് നടത്തുന്നതെന്നും പുതിയൊരു അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്നും വരും കാലങ്ങളിൽ കൂടുതൽ സജീവമാവുക എന്നുള്ളതിനുള്ളൊരു തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഏതായാലും ഞാൻ തിരിച്ചു വരാം. കെ പി അനിൽകുമാർ ആണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്, മാത്രമല്ല സമ്മേളന പ്രതിനിധിയാണ് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു സമ്മേളന നടപടികളിലെ അതിൻ്റെ അച്ചടക്കത്തെ, പ്രത്യേകിച്ചും നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്? ഞാൻ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളരെ അടുത്ത് വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ആളുകൾ എടുക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഷാഹിദ എൻ്റെ കമ്മിറ്റിയിൽ ഭാരവാഹിയായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുമ്പോൾ പിണറായി വിജയൻ CPIM-നെ കൊണ്ടു നടന്നതുപോലെ കണിശമായി ചിട്ടയോടുകൂടി ഒരു കേഡർ സിസ്റ്റത്തോടു കൂടി യൂത്ത് കോൺഗ്രസിനെ കൊണ്ടു നടന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതൽ സഖാവ് പിണറായി വിജയനെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞാൻ കൊണ്ടുവരുന്നത് അത് ഷാഹിദയോട് ചോദിക്കുമ്പോൾ പറയാം. ഇപ്പം കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനകത്ത് ആ കാലത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല, യൂത്ത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ കാലത്തുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി രക്ഷപ്പെട്ടിട്ടുമില്ല, അവരെയൊക്കെ ശരിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ CPIM എന്ന് പറയുന്ന പാർട്ടി അതുപോലെ നോക്കിക്കണ്ടിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന സമയത്ത് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിമർശിക്കുകയും അതിനെതിരെ നിലപാടൊക്കെ എടുക്കുമ്പോഴും ആ ഒരു പ്രവർത്തന ശൈലിയെ അന്ന് മുതൽ മനസ്സിനകത്ത് ഉൾക്കൊണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ കോടിയേരി സഖാവ് എന്നോട് ചോദിച്ചാൽ എന്താ ഡിമാൻഡ് ഉണ്ടോ? അവനാ ഡിമാൻഡ് ഉണ്ട് എന്ന്. സാധാരണ ഒരാളൊരു പാർട്ടിക്കകത്തേക്ക് വരുമ്പോൾ പറയില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഡിമാൻഡ്, അന്ന് ചെറിയാൻ ഫിലിപ്പ് ഇപ്പുറത്ത് ഉള്ളൊരു കാലഘട്ടമാണ്. ചെറിയാൻ ഫിലിപ്പിനെ പോലെ കയ്യാലപ്പുറത്തിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പാർട്ടിക്കാരനാണ്, എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണം, എനിക്ക് പാർട്ടിക്കാരനാകണം, അന്തസ്സോടെ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് CPIM-ന്റെ പ്രവർത്തകനാണ് ഞാനെന്ന് പറയാനുള്ള ഒരവസരം എനിക്കുണ്ടാക്കി തരണം എന്നാണ് എൻ്റെ അതായിരുന്നു എൻ്റെ ഡിമാൻഡ്. അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കഴിഞ്ഞു. കഴിഞ്ഞ സമ്മേളനത്തിനകത്ത്, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, കണ്ണൂർ പാർട്ടി കോൺഗ്രസിലൊക്കെ ഞാൻ ഇതുപോലെ ക്ഷണിതാവായി സൗഹാർദ്ദ പ്രതിനിധിയായി പങ്കെടുത്തു. ഈ സമ്മേളനത്തിന് ഞാൻ തീർച്ചയായും, പിന്നീട് അതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പം ജില്ലാ കമ്മിറ്റി അംഗമായി. ഈ സമ്മേളനത്തിനകത്ത് ജില്ലാ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുക. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് പദവികൾ വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ കടലാസിൽ എഴുതി തരുന്നതാണ്. അത് പദവികളൊക്കെയാണ് മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം നമ്മളിരുന്ന പദവികളൊക്കെ മോശമെന്നൊന്നും പറയുന്നത് അതല്ല. പക്ഷേ ആ എഴുതി തരുന്ന പദവിയേക്കാൾ വലിയ മഹത്വം തോന്നുന്നു തിരഞ്ഞെടുക്കപ്പെടുന്നൊരു പദവിയാണ്. അപ്പോൾ ഒരു സമ്മേളനം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരിക, ഒരു സമ്മേളനം തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയായിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമാകുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലിയ ഒരു സംവിധാനം, അതാണ് ഏറ്റവും കൂടുതലായി
ഈ ഒരു വ്യത്യാസമായി മനസ്സിലാക്കിയതും ഇഷ്ടപ്പെട്ടതും അല്ലേ? ഷാഹിദ കമാലാണ് ആദ്യം CPIM-ലേക്ക് എത്തിയത്. കോടിയേരിയുടെ പേര് ഇപ്പോൾ പറഞ്ഞു, അന്ന് എല്ലാവരും ഓർക്കുന്നുണ്ട്. കോടിയേരി ഉൾപ്പെടെ പങ്കെടുത്ത കൺവെൻഷനിൽ വെച്ച് ആ വേദിയിലേക്ക് വരുന്നതും വലിയ ഒരു അല്ലേ കേരളത്തിൽ തന്നെ വൻ ചർച്ചയായി മാറിയ ഒരു സംഭവമായിരുന്നു. അതിപ്പോൾ ഈ ഒരു നീണ്ടകാലത്തെ അനുഭവം CPM-ൽ എത്തിയതിന് ശേഷം അതിൻ്റെ സമ്മേളന അനുഭവങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നീട് മതിരിക്കും എന്നാണല്ലോ. 2016 ഞാൻ CPM-ൽ അംഗത്വം എടുത്തുകൊണ്ട് വരുമ്പോൾ 2016 തന്നെ ഞാൻ വന്ന ഉടനെ ആ സമയത്ത് സമ്മേളനം നടക്കും, മെമ്പർഷിപ്പിൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം അന്ന് തന്നെ ഞാൻ പറയുകയുണ്ടായി, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആ കാലത്തെ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ അതിനകത്തുള്ളൊരു പ്രതിഷേധം കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നത്. അന്ന് ഞാൻ പറയുകയുണ്ടായി, എനിക്ക് പിന്നാലെ ഒരു യുവനിരയൊക്കെ കടന്നു വരുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് ഡോക്ടർ സരിൻ ഉൾപ്പെടെ എന്നെ വിമർശിച്ചവരാണ്. പക്ഷേ കാലം അവർക്കെല്ലാം മനസ്സിലാക്കി കൊടുത്തു. കാരണം ഇന്ന് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു ജനകീയ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യയിൽ CPM-ഉം ഇടതുപക്ഷവുമാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള യുവ നേതാക്കളൊക്കെ തന്നെ CPM-ലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ അതിൻ്റെ ഒരു തുടർച്ച ഇനിയും ഒരു ഒഴുക്കുണ്ടാകും, ഒരു സംശയം വേണ്ട. ഇപ്പം പ്രശാന്ത് വന്നു, അങ്ങനെ ഒരുപാട് പേര് വന്നു, ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം, 2 AICC സമ്മേളനത്തിൽ പങ്കെടുത്ത AICC മെമ്പറാണ് ഞാൻ. ഹൈദരാബാദിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ, ഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലും പങ്കെടുത്ത ഒരു AICC പ്രതിനിധിയായിരുന്നു ഞാൻ. അപ്പം അവിടെ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് CPM-ൻ്റെ സമ്മേളനങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്നത്. കാരണം കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളെന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടമാണ്. അവിടെ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ, ലോകത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതൊന്നും അവിടെ ചർച്ചയില്ല. അവിടെ ഒരു പ്രമേയമൊക്കെ അവതരിപ്പിച്ച് കുറച്ച് നേതാക്കന്മാരൊക്കെ വന്ന് പ്രസംഗിച്ച് ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അവിടെ പിന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് അടിയായി, തമ്മിലടിയായി. അതൊക്കെയാണ് കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ ബഹുഭൂരിപക്ഷം നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായി ഡോക്ടർ സരിൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഇടവേളകൾക്കുള്ളിൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമ്മേളനം അത് കൃത്യമായ ഇടവേളകൾക്കുള്ളിലൊന്നുമല്ല. അത് എന്തുകൊണ്ട് നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പിടിക്കും. ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ സമ്മേളനം നടത്തിയാണോ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കും. സോണിയാഗാന്ധിക്കെതിരെയൊക്കെ പരാതി കൊടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി CPM എന്ന് പറയുന്ന പാർട്ടി ബ്രാഞ്ച് തലം മുതൽ, ലോക്കൽ തലം മുതൽ, ഏരിയ സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനവും കഴിഞ്ഞിട്ടാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രാഞ്ച് സമ്മേളനം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള പ്രാദേശികമായ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, അവിടെ ജനങ്ങൾക്ക് അവരുടെ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ളൊരു വേദി കൂടിയായിട്ട് അവിടുത്തെ സമ്മേളനങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം തൊട്ട് അന്താരാഷ്ട്ര വിഷയങ്ങൾ, ലോകത്തുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലും, അതുപോലും മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെയും പ്രകൃതിയെയും ലോകത്തെ ആകമാനം അല്ലെങ്കിൽ അതിനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഇടപെടുന്ന പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അതിനെ എങ്ങനെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം. അതൊരു പാഠമാണ്, ഒരു പാഠശാലയാണ്, പാഠപുസ്തകമായിട്ടാണ് ഞാൻ ഈ സമ്മേളനങ്ങളെ നോക്കിക്കാണുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഒരു സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സരിനോടാണ് ഇപ്പോൾ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ തിരഞ്ഞെടുപ്പിലൂടെ നേതൃസ്ഥാനങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഒരു മധുരം, അത് ഒരു ജനകീയമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അത് എങ്ങനെയാണ് ആ ഒരു തിരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഈ സമ്മേളനങ്ങൾ നേതൃത്വത്തെയും അവരുടെ കമ്മിറ്റിയും ഒക്കെ തിരഞ്ഞെടുപ്പ് ഒരു പ്രാതിനിധ്യ സ്വഭാവം വരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു പാനൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ തർക്കമില്ലാതെ ചർച്ച ചെയ്ത് ആളുകളിലേക്ക് ആ ചുരുക്കപ്പട്ടിക കൺഫേം ചെയ്യുമ്പോൾ പ്രതിനിധികളെ കേട്ട് അവരുടെ അഭിപ്രായങ്ങളും കൂടി കേട്ടാണല്ലോ അതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിലൂടെ വരുന്നത് ഒരു സ്വീകാര്യതയാണ്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ സ്വീകാര്യനാണ് എന്ന് തുടക്കം മുതൽ തന്നെ ബോധ്യം വരികയാണ്. മറ്റേത് അങ്ങനെയല്ല, സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയോടുകൂടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. സമയവും അത് ചിലപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്തേക്കാം. ഇവിടെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ കോൺഗ്രസ് മുഖം എന്ന് പറയുന്നത് CPM വിരുദ്ധതയാണ്. ഒരുപക്ഷെ ഒരു ആവറേജ്, ഒരു ശരാശരി കോൺഗ്രസ്സുകാരനെ സൃഷ്ടിച്ചെടുക്കുന്നത് CPM വിരുദ്ധനായിരിക്കുക എന്നുള്ള അടിസ്ഥാന രാഷ്ട്രീയം ഊന്നിക്കൊണ്ടാണ്. അതിനെ മറികടക്കുക എന്നുള്ളത് ഒരുപക്ഷെ വൈകാരികമായി കോൺഗ്രസ്സുകാർക്ക് നേരിടേണ്ടി വരുന്നൊരു
ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാലം അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളത്. കാരണം എന്തിനെയാണ് നേരിടേണ്ടത്, ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതും അതിൽ എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയം കൈകടത്തുന്നത് എന്നും വെറുതെ നോക്കി നിന്ന് കാണുന്ന ഒരു കോൺഗ്രസ്സുകാരനാവണോ, പ്രതികരിക്കുന്ന ഒരു മലയാളി യുവത്വമാവണോ, അല്ലെങ്കിൽ ശരാശരി മലയാളിയാകണോ എന്നുള്ള ചോദ്യം ഒരുപാട് കോൺഗ്രസ്സുകാരിൽ പരിവർത്തനമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ആരെയും കോൺഗ്രസിനെ കുറ്റം പറയുകയല്ല, പകരം അവിടെ അടിസ്ഥാനപരമായിട്ട് അങ്ങനെയാണ് ആ കൾച്ചർ. അതാണ് CPM വിരുദ്ധമായി നിലനിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ പഠിപ്പിക്കുന്ന ഒരു പാഠം. സംഘപരിവാർ വിരുദ്ധരാവാൻ അവിടെ പാഠമില്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ഒരു നിലപാടെടുക്കണം എന്നുള്ള പാഠമില്ല അവിടെ. അതിൻ്റെ പോരായ്മകളിൽ പെട്ടുകിടക്കുന്ന ഒരുപാട് പേരവിടെയുണ്ട്. അവർക്ക് കൂടി ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായു കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും അനിൽകുമാർ ഇപ്പോൾ സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിരിക്കുക, പോകാനുള്ള തിരക്ക് കൂടി ഉണ്ടാവും. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം ഒരു ചോദ്യം കൂടെ ചോദിച്ചു. അതായത് നിലവിലിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നത് ഈ CPMൻ്റെ BJP വിരുദ്ധ നിലപാടിൽ വെള്ളം ചേർത്തു, ഫാസിസം എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല, BJPയുമായി സമരസപ്പെടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതാണ് അവരുടെ കുന്തമുന. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ ഒരു BJPയുമായി എവിടെ ഏത് ഘട്ടത്തിൽ സമരസപ്പെടുമെന്നാണ് പറയുന്നത്? RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലെ KPCയുടെ പ്രസിഡൻ്റായിരിക്കുക. ഗോൾഡ് വർക്കറിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പോയി കുനിഞ്ഞു നിന്ന് വിളക്ക് കത്തിക്കുന്നവനെ മറ്റൊരാൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരിക്കുക. ഇവരാണോ RSSുമായും BJPയുമായി സമരസപ്പെട്ട് നിൽക്കുന്നത്? അതോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് BJPയോട് സന്ധിയില്ലാതെ പോരാട്ടം നടത്തുന്ന CPM ആണോ? ഇപ്പം ഇന്നലെ പ്രകാശ് കാരാട്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, ഇവർ ചരിത്രം പഠിക്കാത്തതുകൊണ്ടല്ലേ സമരസപ്പെട്ടു എന്ന് പറയുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ 52 ധീരസഖാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയത് RSSകാരാണ്. അപ്പോൾ കേരളത്തിൽ RSSനോട് സമരസപ്പെടുന്നത് CPM ആണോ കോൺഗ്രസ്സുകാരാണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? അപ്പോൾ പറയുന്ന സതീശനും സുധാകരനും വായനയുടെ കുറവുണ്ട്, പഠനത്തിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞത് CPM അല്ല, ശശി തരൂരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാര്യങ്ങൾ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് പകരം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അറിവ് നേടുകയും അതിലൂടെ കാര്യങ്ങൾ പറയുകയും കൂടി ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ടാണല്ലോ ഇവർ രണ്ടുപേരും പറഞ്ഞാൽ ജനത്തിന് വിശ്വാസമില്ലാത്തത്. ഇപ്പോൾ സുധാകരനും സതീശനും പറഞ്ഞാൽ ജനം വിശ്വസിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വസ്തുനിഷ്ഠമല്ല പറയുന്ന കാര്യങ്ങൾ. പലതും ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ആരെയും കരിവാരി തേക്കുന്ന ചില വാർത്തകൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് മാറിയില്ലേ? അതാണ് വീണ്ടും 3ാം തവണയും അധികാരത്തിലേക്ക് വരും എന്ന് പൊതുജനം പോലും, കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ പോലെ മുല്ലപ്പള്ളിയെ പോലുള്ള നേതാക്കന്മാർ പോലും പറയുന്ന സ്ഥിതിയിലേക്ക് കേരളീയ രാഷ്ട്രീയം എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം അത് സതീശനും സുധാകരനും തന്നെ. ഇപ്പം ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ സുധാകരനും സതീശനും മാറരുത്. കോൺഗ്രസ്സുകാർ അവരെ തന്നെ അവിടെ അങ്ങനെ നിർത്തിയാൽ ഈ 3ാം വട്ടം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക്. ഏതായാലും 3 പേർക്കും കൂടുതൽ പറയാനുണ്ട്. പക്ഷേ നമുക്ക് ഈ സമ്മേളനം വീണ്ടും അതിൻ്റെ ഇടവേള കഴിഞ്ഞ് ആരംഭിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു 3 പേർ. കോൺഗ്രസിലെ ഏറ്റവും ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു അവർ. ശരി തിരിച്ചറിഞ്ഞാണ് CPIMലേക്ക് വന്നത്. ഇപ്പോൾ ആ പാർട്ടിയുടെ സ്നേഹവും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം സൂചിപ്പിക്കാതെ വയ്യ, ഇവിടെ വരുന്ന എല്ലാവരും, സരിൻ പുറത്തുണ്ട്, ഞാനും 2 ദിവസമായിട്ടുണ്ട്, എല്ലാവരും സരിനോടൊക്കെ കാണിക്കുന്ന സ്നേഹം ഇവിടെയുള്ള എല്ലാവരും കാണുകയും ചെയ്യുകയാണ്. എന്തായാലും കൈരളി ന്യൂസിനൊപ്പം ഈ വളരെ തിരക്കുള്ള സമയത്തും ചേർന്നതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറമാൻ പ്രമോദിനൊപ്പം M. സന്തോഷ്.